എല്ലാവർക്കും ഹാപ്പി ഓണം. എഡ്ജുവി നെയ്ബർഹുഡിന്റെ ഓണം വീഡിയോ എവിടെ, ഓണം പ്രോഗ്രാംസ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്ജുവി ടെയിൽസ്. നമ്മുടെ നെയ്ബർഹുഡ് എഡ്ജുവിയു ആ ഒരു ഏരിയയിലെ നമ്മുടെ ഓണാഘോഷമാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും വലിയ ഒരു പ്രോഗ്രാം അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പാകത്തിന് ഞങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ഇത്തവണത്തെ ഓണം ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ജേക്കബ് ചേട്ടനും ഷീന ചേച്ചിയും കൂടെ നമ്മുടെ ഓണത്തിന്റെ ആ തിരി കൊളുത്തി. അപ്പൊ ഇനി ആഘോഷത്തിന്റെ മൂടാണ്. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറെടുത്ത് ഇരിക്കുകയാണ്. ആ ഒരു ലൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് നമ്മൾ ചോദിച്ചു ഈ ഓണം എന്താണെന്ന് അവർക്ക് അറിയാമോ എന്ന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും വിനീത് ഓണത്തെക്കുറിച്ച് വളരെ രസകരമായ ഒരു രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരു വർഷത്തിൽ ഒരിക്കൽ എന്നെ പ്രജകളെ കാണാൻ പറയും. അപ്പൊ ആ ഒരു ദിവസമാണ് തിരുവോണം. അങ്ങനെ നമ്മുടെ ഓണം ദിവസം. ഇനി അടുത്തത് ഞങ്ങളുടെ തിരുവാതിരയാണ് കേട്ടോ. ശരിക്കും തിരുവാതിര നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു തിരുവാതിരകളി എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ എടുത്തിട്ട് ശരിക്കും ഒരുമിച്ച് ആ ഒരു സന്തോഷത്തോടു കൂടി അത് പെർഫോം ചെയ്യുമ്പോഴാണ് ആ തിരുവാതിരകളി പൂർണ്ണമാകുന്നത്. ശരിക്കും ഓണത്തിന്റെ സമയത്താണ് കേട്ടോ തിരുവാതിരകളി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് അറിയപ്പെടുന്നത് തന്നെ എക്സ്ട്രീംലി എലഗൻ ഫോം ഓഫ് ഡാൻസ് ആണ്. ഇതൊരു ട്രഡീഷണൽ പെർഫോമൻസ് ആണ്. ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഓണം പൂർണ്ണമാകണമെങ്കിൽ തിരുവാതിര കളി കൂടി ഉണ്ടായേ പറ്റൂ. അതിനുശേഷം കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു. ശരിക്കും മൂവി സോങ്സ് ഒക്കെ ഇട്ട് അവർ എൻജോയ് ചെയ്തു. അതുപോലെ ഓണക്കളികളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയുള്ള മ്യൂസിക്കൽ ചെയർ, സുന്ദരിക്ക് പൊട്ടുപൊടിയിച്ചൽ, വടംവലി, അതുപോലെ തന്നെ ബോയ്സിനെ സാരി ഉടുപ്പിക്കൽ, അങ്ങനെ ഒരുപാട് ഓണക്കളികൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. കാരണം ഓണം പൂർണ്ണമാകണമെങ്കിൽ ഓണക്കളികൾ കൂടിയേ തീരുള്ളൂ. കാരണം അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് ഓണക്കളികളും ഓണം പ്രോഗ്രാംസും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം.
സദ്യ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. എല്ലാ വീട്ടുകാരും ഡിവൈഡ് ചെയ്ത് ചോറും കറിയും പായസവും ഒക്കെ കൊണ്ടുവന്നു. ഷെയറിങ് ആയതുകൊണ്ടാകണം സദ്യ നല്ല ടേസ്റ്റ് ആയിരുന്നു, അതുപോലെ സൂപ്പർ ആയിരുന്നു. ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം നമ്മുടെ വടംവലിയാണ് കേട്ടോ. എഡ്ജ് ബി നോർത്തും സൗത്തും തമ്മിലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും എഡ്ജ് ബി വലിയ ഏരിയ ആണെന്ന്. ചെറിയ ഏരിയ ആണ്, പക്ഷെ അതിൽ നോർത്തും സൗത്തും വെച്ച് നമ്മുടെ വടംവലി. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ 2025 ന്യൂസിലാൻഡ് എഡ്ജ് ബി ഓണം ഇവിടെ കഴിയുകയാണ്. അപ്പൊ ഇനി 2026 ഓണം കാണാം. പക്ഷെ മറ്റുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഓണത്തിന് ശരിക്കും നമ്മുടെ ന്യൂസിലാൻഡിലൊക്കെ വളരുന്ന കുട്ടികൾക്ക് ഓണം നമ്മുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയും ആഘോഷത്തോടു കൂടിയും മെന്റലിയും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.